ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 9 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം 9th ക്വസ്റ്റ്യൻ, concurrent forces 1, 3, 5, 7, 9 and 11 Newton are applied at the center of regular hexagon acting towards its vertices as shown in figure. Determine magnitude and direction of resultant. അപ്പം നമുക്ക് magnitude and direction of resultant കണ്ടുപിടിക്കേണ്ടത്. റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക്? സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ അണ്ടർ സ്ക്വയർ റൂട്ട്. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഇതാ റിസൾട്ടന്റ് ഇക്വേഷൻ അറിയാം. അപ്പൊ റിസൾട്ടന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? സിഗ്മ എഫ് എക്സും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ സിഗ്മ എഫ് വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് കമ്പോണൻസ് ഓഫ് ഓൾ ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ. ഓക്കെ, സിഗ്മ എഫ് വൈ സം ഓഫ് കമ്പോണൻസ് ഓഫ് ഓൾ ഫോഴ്സസ് ഇൻ വൈ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കാം. സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ വരുന്ന എല്ലാ ഫോഴ്സിനെയും കമ്പോണൻസ് ആയിട്ട്, അതായത് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ഫോഴ്സുകളെല്ലാം കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പം ഇതൊരു റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വരുന്ന ആംഗിൾസ് എല്ലാം എത്രയെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയേ, ഇത് റെഗുലർ ഹെക്സഗൺ ആണ്. അപ്പോൾ ഈ ഓരോ ആംഗിളും 60 ഡിഗ്രിയാണ്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾസ് എല്ലാം 60 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താ? ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 അല്ലേ? ഈ ആംഗിൾസും 60 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഇത് 3 cos 60, 3 sin 60, പിന്നെ ഇത് എത്ര വരും? 7 cos 60, 7 sin 60. ഓക്കെ, ഇനി ലെഫ്റ്റിൽ ഈ ഫോഴ്സുകൾ 9 cos 60, 9 sin 60, ഇത് എത്ര വരും? 1 sin 60, 1 cos 60. നമ്മൾ എല്ലാ ഫോഴ്സുകളും റിസോൾവ് ചെയ്തെടുത്തു. ഇനി എന്ത് മാത്രം ചെയ്താൽ മതി? എക്സ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സുകളെ വൈ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സുകളും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന്റെ സമ്മ് കണ്ടുപിടിക്കണം. സിഗ്മ വെച്ചും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സമ്മ് സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് +5 - 11 +7 cos 60 +3 cos 60 -9 cos 60 -1 cos 60. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. ഇത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ -6 ന്യൂട്ടൺ എന്നാണ്. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് എക്സ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ വേർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകളുടെ സം, അതായത് സിഗ്മ എഫ് വൈ കണ്ടുപിടിക്കാൻ പോവാം. സിഗ്മ എഫ് വൈ എന്ന് വരും? ഇവിടെ വേർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ 4 ഫോഴ്സുകളുടെ കമ്പോണൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം നമുക്ക് 3 sin 60 അപ്വേർഡ് പോസിറ്റീവ്, 1 sin 60 അപ്വേർഡ് പോസിറ്റീവ്, -9 sin 60 ഡൗൺവേർഡ് നെഗറ്റീവ്, -7 sin 60 ഡൗൺവേർഡ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കണം. എനിക്ക് കിട്ടുന്നത് -10.392 ന്യൂട്ടൺ എന്നാണ്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കണം എൻ്റെ വാല്യൂ നിങ്ങളുടെ വാല്യൂ തമ്മിൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മളോട് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. റിസൾട്ടൻ്റ് എന്താണ്? സിഗ്മ എഫ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ ദ ഹോൾ സ്ക്വയർ അണ്ടർ സ്ക്വയർ റൂട്ട്. ഓക്കെ അല്ലേ? അപ്പം -6 ദ ഹോൾ സ്ക്വയർ പ്ലസ് -10.392 ദ ഹോൾ സ്ക്വയർ അണ്ടർ സ്ക്വയർ റൂട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 11.99 ന്യൂട്ടൺ എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് റിസൾട്ടൻ്റ് കിട്ടി. റിസൾട്ടൻ്റ് ഫോഴ്സ് 11.99 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. റിസൾട്ടൻ്റ് കിട്ടിയാൽ മാത്രം മതിയോ? ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ ഉണ്ട്. എന്താണ്? റിസൾട്ടൻറ്റിൻ്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം. ഇൻക്ലിനേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ടാൻ ഇൻവേഴ്സ് ഓഫ്, നമുക്കിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ എഫ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് അല്ലേ? എഫ് എക്സ് -6 ന്യൂട്ടൺ ആണ്. എഫ് വൈയും നെഗറ്റീവ് ആണ്, -10.392 ആണ്. അപ്പം നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. തേർഡ് ക്വാഡ്രന്റ്. ഓക്കെ, 1 2 3 നമ്മൾ എക്സ് വൈ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ തേർഡ് ക്വാഡ്രന്റിലായിരിക്കും. അപ്പം നമ്മൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് കണ്ടുപിടിക്കണം? എഫ് വൈ ബൈ എഫ് എക്സ് കണ്ടുപിടിക്കണം. ടാൻ ഇൻവേഴ്സ് ഓഫ് എഫ് വൈ ബൈ എഫ് എക്സ് കണ്ടുപിടിച്ച് നോക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് 10.392 ഡിവൈഡഡ് ബൈ 6 കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ടാൻ ഇൻവേഴ്സ് ഓഫ് 1.731.
ഓക്കെ, ഇപ്പോൾ 59.98 അല്ലെങ്കിൽ അറൗണ്ട് 60 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഓക്കെ, 59.98 അല്ലെങ്കിൽ അറൗണ്ട് 60 ഡിഗ്രി നിങ്ങളുടെ കാൽക്കുലേഷനോട് ചെക്ക് ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ അറൗണ്ട് 60 ഡിഗ്രിയാണ് നമ്മുടെ ആംഗിൾ. എവിടെ ആയിട്ടുണ്ടാകുന്ന ആംഗിൾ? ഈ ഒരു ആംഗിൾ, അതായത് നെഗറ്റീവ് എക്സ് ആക്സിസുമായിട്ട് റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്തായിരിക്കും? ഓക്കെ, പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ 180 പ്ലസ് 60. ഓക്കെ, അപ്പം എന്തെഴുതണം? റിസൾട്ടൻ്റ് makes an angle (180 plus 60) എത്ര? 240 degree with positive direction of x-axis. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കൺക്ലൂഷനോട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ഫുള്ള് സോൾവ് ആയി. ഓക്കെ അല്ലേ? Next question. Determine the reactions at support A and B of the beam loaded as shown in figure. അപ്പം നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് തന്നേക്കുന്നത്. ഇതെന്ത് ബീമാണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു 120 ന്യൂട്ടൺ, ഒരു 120 ന്യൂട്ടൺ, പിന്നെ ഒരു 60, ഇത് രണ്ടും കോൺസെൻട്രേറ്റഡ് ലോഡ്സ് അല്ലേ. പിന്നെ 60 ന്യൂട്ടൺ പെർ മീറ്റർ, 60 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് 2 UDL തന്നിട്ടുണ്ട്. ഈ UDL എത്രല്ല? ഇവിടെ ഒരു 1 മീറ്റർ സ്പാനിലാണ്, ഇവിടെ ഒരു 3 മീറ്റർ സ്പാനിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ ആദ്യം ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചിട്ട് ഇവിടെ വരുന്ന സപ്പോർട്ട് റിയാക്ഷൻ നമ്മളോട് കണ്ടുപിടിച്ചാൽ പറഞ്ഞേക്കുന്നത് അല്ലേ, കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് സപ്പോർട്ട് റിയാക്ഷൻ. അപ്പോൾ RA RB എന്ന് പേര് കൊടുക്കും. അപ്പം RA പ്ലസ് RB എന്ന് പറയുന്നതല്ലേ അപ്വേർഡ് പോകുന്ന ഫോഴ്സുകളുടെ സമ്മ അല്ലേ. ഇപ്പോൾ ഡൗൺവേർഡ് ഉള്ള ഫോഴ്സുകൾ ഏതൊക്കെയാ? ഒരു 120 ന്യൂട്ടൺ താഴോട്ടുണ്ട്, വേറൊരു 120 ന്യൂട്ടൺ താഴോട്ടുണ്ട്, പിന്നെ 60 ന്യൂട്ടൺ പെർ മീറ്റർ അല്ലേ. അപ്പോൾ 60 × 1 ആണ് ആ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണെങ്കിലോ 60 × 3 ആണ് ഈ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഫോഴ്സ്. അപ്പം 120 പ്ലസ് 120 പ്ലസ് 60 പ്ലസ് 60 × 3 എത്ര വരും? 180. ടോട്ടൽ എത്ര വരും? ഓക്കെ, അപ്പം നമുക്ക് സിഗ്മ, അപ്പം നമുക്ക് എന്താണ് കിട്ടിയത്? RA പ്ലസ് RB എന്ന് പറയുന്നത്, RA പ്ലസ് RB എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 480 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിഗ്മ മൊമെന്റ് അബൌട്ട് എ പോയിന്റ്. ഇപ്പം ഞാനിപ്പോൾ A എന്നുള്ള പോയിന്റ് എടുക്കുകയാണ്. മൊമെന്റ് അബൌട്ട് എ പോയിന്റ്, ഹിഞ്ച് ഉള്ളത് എയിലും ബിയിലും അല്ലേ. ഇപ്പം മൊമെന്റ് അബൌട്ട് A 0 കൊടുക്കുക, അല്ലെ മൊമെന്റ് അബൌട്ട് B 0 കൊടുക്കുക. ഞാൻ ഇപ്പം മൊമെന്റ് അബൌട്ട് A = 0 എന്ന് കൊടുക്കുകയാണ്. അപ്പം മൊമെന്റ് അബൌട്ട് A 0 ആകുമ്പം ഏതൊക്കെ ഫോഴ്സുകൾക്ക് ആ മൊമെന്റ് ഉള്ളത്? 120 ഫോഴ്സിന് മൊമെന്റ് ഉണ്ട്. അതിന്റെ ലിവർ ആം 1 മീറ്റർ ആണ് അല്ലേ. അടുത്തത് ഈ 60 ന്യൂട്ടൺ പെർ മീറ്റർ, അതിന്റെ ഇപ്പൊ 60 × 1 ആണ് ആ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇവന്റെ 7 സെൻട്രോയിഡിൽ കൂടെ ആക്ട് ചെയ്യും അല്ലേ. അപ്പൊ 60 × 1 ഇവിടെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിവർ ആം എത്ര വരും? 1 + 0.5 മീറ്റർ. അപ്പം 60 × 1 × 1.5 എന്ന് വരും ആ മൊമെന്റ് അല്ലേ. അടുത്ത എന്താ? 120 ന്യൂട്ടൺ ആണ്. 120 ന്യൂട്ടന്റെ മൊമെന്റ് എത്ര? 120 × ലിവർ ആം 2 മീറ്റേഴ്സ്. ഓക്കെ, അടുത്ത ഏതാ മൊമെന്റ് ഉണ്ടാക്കുന്നത്? 60 ന്യൂട്ടൺ അല്ലേ. 60 × 3 ആണ് ആ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ്. അത് ആക്ട് ചെയ്യുന്ന ഇവിടെ ആയിട്ടാണ്. അപ്പോൾ അത് എത്ര മീറ്റർ മാറിയിട്ടാണ്? എയിൽ നിന്ന് 1 2 3, പിന്നെ 3 + 1.5 മീറ്റർ. എത്ര മീറ്റേഴ്സ് മാറിയിട്ടാണ്? 4.5 മീറ്റേഴ്സ് മാറിയിട്ടാണ്. ഓക്കെ, അപ്പം സിഗ്മ മൊമെന്റ് അബൌട്ട് എ എന്താണ് നമുക്ക് കിട്ടി. ഓക്കെ, സം ഓഫ് ഓൾ മൊമെന്റ്സ് അബൌട്ട് എ കിട്ടി. ഇനി അതെന്ന് പറയുമ്പോൾ ഇനി എന്താ, നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് അല്ലേ. അവിടെ എന്താണ് വരുന്നത്? സം ഓഫ് ഓൾ ഫോഴ്സസ് എല്ലാം നമ്മളിവിടെ വരുന്ന ഫോഴ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഉള്ളത് RB എന്ന് പറയുന്ന ഫോഴ്സ് അല്ലേ, അപ്വേർഡ് RB എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്ത് വരും? ഇതെല്ലാം ഈ മൊമെന്റുകളെല്ലാം എന്തായിരുന്നു? എയിനെ എബോട്ടായിട്ട് നോക്കുവാണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരുന്നു അല്ലേ. RB ഉണ്ടാക്കുന്ന മൊമെന്റ് എന്തായിരിക്കും? കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ അത് -RB × എത്ര വരും? 5 മീറ്റേഴ്സ് എന്ന് വരും. ഓക്കെ, -RB × 5 എന്ന് വരും. അത് = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? RBയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ RBയുടെ വാല്യൂ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂ നമുക്ക് സം ചെയ്യുമ്പം കിട്ടുന്നത് 1260 ആണ്. 1260. അത് ഡിവൈഡഡ് ബൈ 5 കൊടുക്കണം. ഓക്കെ, അപ്പം 1260 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പം 252 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 252 ന്യൂട്ടൺ ആണ് RBയുടെ വാല്യൂ. അപ്പോൾ RAയുടെ വാല്യൂ എത്രയായിരിക്കും? 480 - 252. ഓക്കെ, അപ്പോൾ അത് എത്ര വരും? 228 ന്യൂട്ടൺസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് RAയും RBയും കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ 11th ക്വസ്റ്റ്യൻ. A uniform ladder 4 meter length pressed against a vertical wall
with which it makes angle of 45 degree. The coefficient of friction between ladder and wall is 0.4 and that between the ladder and floor is 0.5. If a man whose weight is 1/2 the weight of ladder ascends it, how high will be he when the ladder slips? Okay, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ലാഡറിൻ്റെ ക്വസ്റ്റ്യൻ ഫിഗർ തന്നും തരാതെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഫിഗർ തന്ന് തരാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഫിഗർ വരയ്ക്കണം. തന്നിട്ടുള്ളതാണെങ്കിൽ ആ ഫിഗർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ തന്നേക്കുന്നത് ഒരു ലാഡർ ഉണ്ട്. അതൊരു ഫ്ലോറിലും ഒരു വോളിലുമായിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ലാഡറിലെ ലെങ്ത് 4 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇതിന് വോളുമായിട്ടുണ്ടാക്കുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.4ഉം നമ്മുടെ ഫ്ലോറുമായിട്ടുണ്ടാക്കുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.5ഉം തന്നിട്ടുണ്ട്. പിന്നെ ലാഡർ ഇങ്ങനെ ഒബ്വിയസ്ലി റെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യണമല്ലോ. പിന്നെ ഈ ലാഡറിൻ്റെ വെയിറ്റിൻ്റെ ഹാഫ് വെയിറ്റ് ഉള്ള ഒരാൾ അത് അസെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അയാൾ ഈ ലാഡറിൻ്റെ ബോട്ടത്തിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിയുമ്പം ലാഡർ എന്ത് ചെയ്യും? സ്ലിപ്പ് ചെയ്യും അല്ലേ? കുറച്ച് കഴിയുമ്പോൾ ലാഡർ സ്ലിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ലാഡർ സ്ലിപ്പ് ചെയ്യുക? അതായത് ഇയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴാണ്, ഇതിൽ കയറി കഴിയുമ്പോഴാണ് ലാഡർ സ്ലിപ്പ് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് തന്നേക്കുന്നത് ഈ ലാഡർ വോളുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ ഈ 45 ഡിഗ്രി ആണെങ്കിൽ ഈ വോളുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 45 ആണെങ്കിൽ ഫ്ലോറുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 45 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആദ്യം ഒരു ഫിഗർ വരയ്ക്കും. ഓക്കെ, ഫിഗർ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇതിപ്പോൾ ജസ്റ്റ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫിഗർ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫോഴ്സസ് ഒക്കെ അതിൽ കാണിക്കും. ഓക്കെ, അപ്പം ഇനി ഈ ലാഡറിൻ്റെ ഫിഗറൊക്കെ നമ്മൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ വരയ്ക്കണം അല്ലേ? ഇപ്പം ഇതിപ്പം നമ്മൾ ഈ ലാഡറിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സുകൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇപ്പം ഇനി ഈ വോളിലും ഫ്ലോറിലും ഒക്കെ എന്ത് ഡെവലപ്പ് ചെയ്യും? ഫോഴ്സ് ഡെവലപ്പ് ചെയ്യത്തില്ലേ? വോളിൽ എന്തൊക്കെ ഫോഴ്സുകളായിരിക്കും ഡെവലപ്പ് ചെയ്യുക? ഈ വോളിന്, അതായത് ഈ ലാഡറിൻ്റെ ഈ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ഒരു റിയാക്ഷൻ കൊടുക്കും. അതിനെ RW എന്ന് എടുക്കാം. പിന്നെ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ഇത് റഫ് സർഫസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലാഡർ താഴോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേനും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് താഴോട്ട്, അതായത് ലാഡർ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യാം? താഴോട്ടല്ല, ലാഡർ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? ലാഡറിൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് താഴോട്ടായിരിക്കും. അപ്പം നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് വരേണ്ടത്? ലാഡർ താഴോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷൻ വരുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? μ×RW, അതായത് 0.4 RW എന്നൊരു വേർട്ടിക്കൽ ഫോഴ്സ് നമുക്ക് അവിടെ ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഫ്ലോറിലത്തെ കാര്യം നോക്കിയാൽ ഈ ഫ്ലോറിന് അപ്വേർഡ് ആയിട്ട്, അതായത് ഫ്ലോറിൻ്റെ അവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം അല്ലേ? ആ ഫ്ലോർ കൊടുക്കുന്ന റിയാക്ഷൻ RF അല്ലേ? അപ്പോൾ ഇവിടെ ലാഡറിൻ്റെ മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും? ലാഡർ ഇവിടെ ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക, ഇവിടെ താഴോട്ടായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റിലോട്ട് ലാഡർ മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടാ? റൈറ്റിലോട്ടാണ്. അതിൻ്റെ വാല്യൂ എത്ര? 0.5 × RF. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സുകൾ, ഇന്റേണൽ ആയിട്ട് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സുകൾ. അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഇത് നമ്മളൊക്കെ കാണാൻ പറ്റും അല്ലേ? ബാക്കി അവിടെ നടക്കുന്ന റെസിസ്റ്റൻസ് അതൊക്കെയാണ് ഈ RF, 0.5 RF, 0.4 RW എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ലാഡറിന്റെ ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ലാഡറിന്റെ ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാം. കൺസിഡർ the limiting equilibrium of ladder. ഞാൻ ഫുൾ എഴുതുന്നില്ല, നിങ്ങളത് ഫുൾ എഴുതിക്കണം. ഓക്കെ, അപ്പം ലിമിറ്റിംഗ് ഇക്വിലിബ്രിയം ഓഫ് ലാഡർ. അപ്പം ലിമിറ്റിംഗ് ഇക്വിലിബ്രിയത്തിൽ എന്തായിരിക്കും? ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്താ? σF ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ Fx = 0 എന്ന് അല്ലേ? അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാ? 0.5 RF റൈറ്റിലോട്ടുണ്ട്, റൈറ്റിലോട്ട് ആയത് കാരണം നമുക്ക് പോസിറ്റീവ് കൊടുക്കാം. -RW ലെഫ്റ്റിലോട്ട്, രണ്ട് ഫോഴ്സ് അല്ലേ ഉള്ളൂ, അത് = 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0.5 RF = RW. അതിൽ നിന്ന് എന്ത് കിട്ടും? RF = RW ഡിവൈഡഡ് ബൈ 0.5 അല്ലെങ്കിൽ RF = 2 RW എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്താണ്? σF vertical = 0. ഇവിടെ F vertical എന്ന് പറയുമ്പോൾ ആരാണ്? RF upward -W/2 downward -W downward plus 0.4 RW upward, അത് = 0 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ RFൻ്റെ വാല്യൂ എന്താണ്? നമ്മൾ 2 RW എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. RFൻ്റെ വാല്യൂ നമ്മൾ 2 RW എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 RW പ്ലസ് 0.4 RW മൈനസ് 3/2 W = 0. അപ്പോൾ എത്ര കിട്ടും?
2.4 RW എന്ന് പറയുന്നത് 1.5W എന്ന് കിട്ടും. അതിൽ നിന്ന് RW എന്ത് കിട്ടും? വോൾ കൊടുക്കുന്നത് റിയാക്ഷൻ 1.5W ഡിവൈഡഡ് ബൈ 2.4. ഓക്കെ, അപ്പം 1.5 ഡിവൈഡ് ബൈ 2.4 എത്ര? 0.625. ഓക്കെ, അപ്പം 0.625W എന്ന് കിട്ടി RW. ഓക്കെ, അപ്പോൾ RW 0.625W ആണെങ്കിൽ RF എത്ര ആയിരിക്കും? RF എന്ന് പറയുന്നത് 2 ടൈംസ് RW അല്ലേ? അപ്പം 2 ഇൻറ്റു 0.625 RW അത് എത്ര? 2 ഇൻറ്റു 0.625 എന്ന് വരുമ്പോഴത്തേനും 1.25. ഓക്കെ, 1.25 RW എന്ന് വരും RF. സോറി, 1.25 W. ഓക്കെ, അപ്പം നമുക്ക് RW കിട്ടി, RF കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്താണ്? നമ്മൾ സിഗ്മ ഹൊറിസോണ്ടൽ ഫോഴ്സ്, സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 രണ്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്തു. അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് സിഗ്മ മൊമെന്റ് ഈക്വൽ ടു 0 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ സിഗ്മ മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0 വരുമ്പോൾ എന്ത് വരും? W/2 ഇൻറ്റു എക്സ് കോസ് 45, അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്, പ്ലസ് W ഇൻറ്റു 2 കോസ് 45. അടുത്തത് മൈനസ് RW ഇൻറ്റു 4 സൈൻ 45, പിന്നെ മൈനസ് 0.4 RW ഇൻറ്റു 4 കോസ് 45 ഈക്വൽ ടു 0. ഓക്കെ, നമ്മളിനി സോൾവ് ചെയ്യണം. RWന് എത്ര കൊടുക്കണ്ടേ? 0.625W എന്നുള്ള വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പം W/2 ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് 45 1/√2 പ്ലസ് W ഇൻറ്റു 2 ഇൻറ്റു കോസ് 45 1/√2 മൈനസ് RW എന്ന് പറയുമ്പോൾ 0.625W ഇൻറ്റു 4 ഇൻറ്റു 1/√2 മൈനസ് 0.4 ഇൻറ്റു RW എന്ന് പറയുമ്പം 0.625W ഇൻറ്റു 4 ഇൻറ്റു കോസ് 45 1/√2 ഈക്വൽ ടു 0. അപ്പോൾ എല്ലായിടത്തും 1/√2 ഉണ്ട്. നമുക്ക് ഈ 1/√2കളെ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ആകും? W/2 എക്സ് പ്ലസ് 2W മൈനസ് 0.625 ഇൻറ്റു 4 എന്ന് വരും. 0.625 ഇൻറ്റു 4 എത്രയാണ്? 2.5. അപ്പം മൈനസ് 2.5W. അടുത്തത് 4 ഇൻറ്റു 0.4 ഇൻറ്റു 0.625. അപ്പം എത്ര വരും? 1 എന്ന് വരും. അപ്പം മൈനസ് W ഈക്വൽ ടു 0. അപ്പം എത്ര വന്നത്? W/2 എക്സ് 2 മൈനസ് 2.5 2 മൈനസ് 2.5 പ്ലസ് 1 സോറി മൈനസ് 1 2 മൈനസ് 2.5 മൈനസ് 1 എത്ര? മൈനസ് 1.5 മൈനസ് 1.5 W ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ W ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പം x/2 എന്ന് പറയുന്നത് 1.5 എന്ന് കിട്ടും. എക്സ് എത്ര മീറ്റർ കിട്ടും? 3 മീറ്റർ. അതായത് നമ്മുടെ ഈ ലാഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 മീറ്റർ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ലാഡർ എന്ത് ചെയ്യും? സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഒരു അസംഷനായിട്ട് എന്ത് പറയാം? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നെക്സ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തായിട്ടാണ് പറയാൻ പറ്റുക? ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ലാഡർ വിൽ സ്ലിപ്പ് വെൻ ദ മാൻ ക്ലൈംസ് ടു എ ഹൈറ്റ് ഓഫ് 3 meters എന്ന് നമുക്ക് പറഞ്ഞ് നമ്മുടെ പ്രോബ്ലം ഫിനിഷ് ചെയ്യാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സെൻട്രോയിഡ് ഓഫ് കോമ്പസിറ്റ് ഏരിയ ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പസിറ്റ് ഏരിയ അല്ലേ? അപ്പോൾ ആ കോമ്പസിറ്റ് ഏരിയയിൽ നിന്ന് ഒരു ട്രയാങ്കുലർ പോർഷനും ഒരു ക്വാർട്ടർ സർക്കിൾ പോർഷനും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനീഷ്യലി A1 എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഏരിയ A1 ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ A1 എന്ന് പറയുന്നത് എത്രയാണ്? 30 + 30, അതായത് 60 mm ഇൻറ്റു 40 + 40 എത്ര വരും? 80 mm. അപ്പോൾ എത്ര വരും? 4800 mm² ആണ് A1 എന്ന് പറയുന്നത്. A2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കാം? ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ എടുക്കാം. അതെന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് 40 ഇൻറ്റു ഹൈറ്റ് 40 അല്ലേ? ഹൈറ്റ് 30. അപ്പോൾ എത്ര വരും?
20 into 30 എന്ന് വരും അല്ലേ. 20 into 30 എന്ന് വരുമ്പോൾ 600 mm² എന്ന് വരും. ഇനി A3 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ക്വാർട്ടർ സർക്കുലർ പോർഷൻ്റെ ഏരിയ ആണ്. അതെന്താണ്? പൈ r²/4. പൈ ഇൻറ്റു r² എന്ന് പറയുന്നത് 30² ഡിവൈഡഡ് ബൈ 4. എത്രയാണ്? പൈ ഇൻറ്റു 30²/4. നമുക്ക് കിട്ടുന്നത് 706.85 mm² എന്നാണ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ A1 A2 A3 കണ്ടുപിടിച്ചല്ലേ. ഇനി നമുക്ക് അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവരുടെ സെൻട്രോയിഡുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ സെൻട്രോയിഡ് ഓരോ പാർട്ടിൻ്റെയും സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഇതിൻ്റെ എക്സ്ട്രീം ബോട്ടം എൻഡ് എക്സ് ആക്സിസ് ആയിട്ടും ഇതിൻ്റെ എക്സ്ട്രീം ടോപ്പ് എൻഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് നമ്മൾ വൈ ആക്സിസ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ബോട്ടം എൻഡ് എക്സ് ആക്സിസ് ആയിട്ടും ഇത് വൈ ആക്സിസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ അപ്പം നമുക്ക് ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു റെക്ടാങ്കിളായിട്ട് അവനെ എടുത്തത് അല്ലേ. അപ്പോൾ റെക്ടാങ്കിളായിട്ട് എടുത്തപ്പോൾ അവൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവൻ്റെ ജോമെട്രിക് സെൻറ്ററിലെ ഇതെവിടെ വരിക? അവൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് G1 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ അപ്പം ആ G1ൻ്റെ എക്സ് കോർഡിനേറ്റ് x1 എന്തായിരിക്കും? 40 mm ആയിരിക്കും അല്ലേ. 40 mm ആണ്. y1 എന്തായിരിക്കും? y1 എന്ന് പറയുന്നത് 30 mm ആയിരിക്കും. ഓക്കെ ഇനി അടുത്തൊരു ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ A2 ഏരിയ 2 ആയിട്ട് നമ്മൾ എടുത്ത ട്രയാങ്കിൾ ആയിരുന്നു അല്ലേ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് ആകുമ്പോൾ ഇവിടുന്ന് h/3 ഡിസ്റ്റൻസ് ഇവിടുന്ന് b/3 ഡിസ്റ്റൻസ് മാറിയിട്ട് ഏകദേശം ഇവിടെ ആയിട്ടാണ് G2 വരേണ്ടത്. ഓക്കെ അപ്പം G2ൻ്റെ x2 കോർഡിനേറ്റ് എന്ന് പറയുമ്പം G2ൻ്റെ x2 കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 40 + 2/3 of 40 അല്ലേ. എത്ര വരും? 40 + 2/3 of 40. ഓക്കെ അപ്പോൾ x2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 66.67 mm ആണ് കിട്ടുന്നത്. ഓക്കെ ഇനി y2 എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സെൻട്രോയിഡ് ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 1/3h അല്ലേ. 1/3 of 30. അപ്പോൾ അത് 10 mm മാറിയിട്ടാണ് കിട്ടുന്നത്. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ക്വാർട്ടർ സർക്കിളിൻ്റെ സെൻട്രോയിഡ്, അതായത് x3/3. ഓക്കെ അപ്പോൾ അവൻ്റെ സെൻട്രോയിഡ് ഇവിടെ ആയിരിക്കും അല്ലേ ഏകദേശം. അത് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടായിരുന്നു? 4r/3π ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമുക്കറിയാം. ഇവിടുന്ന് 4r/, ഇവിടുന്ന് 4r/3π നമുക്കറിയാം. അപ്പോൾ നമ്മൾ x3 കൊടുക്കുക. x3 എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം? നമുക്ക് 4r ഡിവൈഡഡ് ബൈ 3π എന്ന് കൊടുക്കാം. 4 ഇൻറ്റു r എന്നവൻ്റെ റേഡിയസ് 30 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു പൈ 4r/3π. ഓക്കെ y3 ആണെങ്കിലോ y3 എന്ന് പറയുമ്പോൾ ഇത് 30 mm ഇത് 30 mm അല്ലേ. 60 മൈനസ് 4r ഡിവൈഡഡ് ബൈ 3π അല്ലേ. അപ്പോൾ ആറിന് പകരം നമുക്ക് എത്ര കൊടുക്കാം? അത് 30 mm ആണ്. അതുകൊണ്ട് 30 mm കൊടുക്കാം. ഓക്കെ അപ്പോൾ ഇത് എത്രയാണെന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഓക്കെ നമുക്കപ്പോൾ x3 കിട്ടുന്നത് 127.32 എന്നാണ് കിട്ടുന്നത്. y3യോ സോറി 127 അല്ല 12.73 ആണ് പറഞ്ഞിട്ടുണ്ട്. 12.73 mm. ഓക്കെ y3 എത്ര കിട്ടുന്നത്? y3 കിട്ടുന്നത് 60 മൈനസ് 4r/3π. അത് എത്ര കിട്ടാം? 47.26 mm എന്ന് കിട്ടും. നമുക്ക് x1 x2 x3 y1 y2 y3 ഇത് മൂന്നും കിട്ടി. ഇനി നമുക്ക് x ബാർ കണ്ടുപിടിക്കണം. x ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? a1 x1 മൈനസ് a2 x2 മൈനസ് a3 x3 ഡിവൈഡഡ് ബൈ a1 മൈനസ് a2 മൈനസ് a3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a1ൻ്റെ വാല്യൂ എത്രയായിരുന്നു? A1 എന്ന് പറയുന്നത് 4800 mm² അല്ലേ. 4800 ഇൻറ്റു x1 40 മൈനസ് a2 എന്ന് പറയുന്നത് 600 ഇൻറ്റു x2 എന്ന് പറയുന്നത് 66.67 മൈനസ് a3 x3 എത്ര? 706.85 ഇൻറ്റു x3 12.73 divided by a1 minus a2 minus a3. So 4800 minus 600 minus 706.85. ഒന്ന് സോൾവ് ചെയ്ത് നോക്കണേ. ഓക്കെ സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x ബാർ കിട്ടുന്നത്
40.93 mm എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? y ബാർ കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, ഇനി നമ്മൾ y ബാറിന്റെ ഇക്വേഷൻ എഴുതാം. y ബാറിന്റെ ഇക്വേഷൻ എന്താ? a1 y1 മൈനസ് a2 y2 മൈനസ് a3 y3 ഡിവൈഡഡ് ബൈ a1 മൈനസ് a2 മൈനസ് a3. എല്ലാ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ച് നോക്കിയേ. ഓക്കെ, a1ന്റെ y1ന്റെ എല്ലാത്തിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 29.94 mm എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം എക്സ് ബാറും y ബാറും കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ. ഓക്കെ.